ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്മാനിക്കുന്ന ദേവതയായ ലക്ഷ്മി ഭഗവതിയെ ഉപാസിച്ച് ധനപരമായ ക്ലേശങ്ങൾ അതിജീവിക്കുവാൻ വിവിധ ഉപാസനാരീതികൾ പ്രചാരത്തിലുണ്ട്. ക്ഷേത്രദർശനം, പ്രാർത്ഥന, വ്രതാനുഷ്ഠാനങ്ങൾ, ജപം എന്നിവയാണ് അതിൽ പ്രധാനം. ഇതിൽ തന്നെ ലളിതവും ഫലപ്രദവുമായി കണ്ടുവരുന്നത് നിഷ്ഠയോടുള്ള മന്ത്രജപമാണ്. ദാരിദ്ര്യശാന്തിക്കും ധനലബ്ധിക്കും ലക്ഷ്മി ദേവിയെ ഭജിച്ചാൽ ക്ഷിപ്രഫലം സമ്മാനിക്കുന്ന ഒന്നാണ് മഹാലക്ഷ്മി ദ്വാദശ മന്ത്രങ്ങൾ. ലക്ഷ്മി കടാക്ഷം നേടുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ട ഈ 12 മന്ത്രങ്ങൾ വ്രതമെടുത്ത് ജപിക്കുക. ഒരു വെള്ളിയാഴ്ച തുടങ്ങി 12 ദിവസം 2 നേരവും 3 പ്രാവശ്യം വീതം ജപിക്കണം. നെയ്വിളക്ക് കൊളുത്തി അതിനു മുന്നിലിരുന്ന് ജപിച്ചാൽ ഫലസിദ്ധി ഉറപ്പാണ്. ഓം കം കാർത്യായന്യേ നമഃ. ഓം മഹാലക്ഷ്മി നമഃ. ഓം കമലാവാസിന്യേ നമഃ. ഓം ശ്രീകരാംബികായേ നമഃ. ഓം ത്രിപുരാക്ഷേ നമഃ. ഓം യോഗദായിന്യേ നമഃ. ഓം പാപാരായേ നമഃ. ഓം സമൃദ്ധിദായേ നമഃ. ഓം മോഹിന്യേ നമഃ. ഓം മേധായേ നമഃ. ഓം സനാതനായേ നമഃ. ഓം ഉഗ്രപ്രഭായേ നമഃ. ഇതാണ് മഹാലക്ഷ്മി ദ്വാദശ മന്ത്രം. വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ഭജനത്തിന് ഏറ്റവും നല്ല ദിവസം. ഈ ദിവസം മഹാലക്ഷ്മി അഷ്ടോത്തരം ഭക്തിപൂർവം ഉരുവിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങളെല്ലാം ഒഴിയുന്നതാണ്. കഷ്ടപ്പാടും അലച്ചിലുകളും മാറും. അതുപോലെ അത്ഭുത ശക്തിയുള്ള ഒന്നാണ് ഓം ശ്രീം നമഃ എന്ന ലക്ഷ്മി ബീജമന്ത്രം. ഈ മന്ത്രം നിത്യവും 84 തവണ വീതം രാവിലെയും വൈകിട്ടും ചൊല്ലുന്നതിലൂടെയും ധനക്ലേശങ്ങൾ മാറുന്നതാണ്. വെള്ളിയാഴ്ച, പൗർണമി, കാർത്തിക, വിശേഷിച്ച് വൃശ്ചികത്തിലെ തൃക്കാർത്തിക എന്നിവ ലക്ഷ്മി പ്രീതി നേടുവാൻ ഏറ്റവും നല്ല ദിവസങ്ങളാണ്. പാലാഴി മദനത്തിൽ പാൽ കടലിൽ നിന്നും സർവാലങ്കാര വിഭൂഷിതയായി വരണമാലയവുമായി ലക്ഷ്മി ദേവി ഉയർന്നു വന്ന ദിവസമാണ് കാർത്തിക നക്ഷത്രം. അതിനാലാണ് ഈ ദിവസം പ്രധാനമായത്. വെള്ളിയാഴ്ചയുടെ അധിപതിയായ ശുക്രന്റെ ദേവത ആയതിനാലാണ് ലക്ഷ്മി ദേവിക്ക് വെള്ളിയാഴ്ച വിശേഷമായത്. നിങ്ങളൊരു മഹാലക്ഷ്മി ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം മഹാലക്ഷ്മി നമഃ എന്ന് കമൻറ്റ് കൂടി ചെയ്യുക. ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.